കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അധ്വാന ഫലം നൽകുന്ന കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കും. ശിമയോനെ പോലെ ചിലപ്പോൾ നമ്മളും നമ്മുടെ യാഥാർത്ഥ്യത്തെ, ഇല്ലായ്മയെ ദൈവ തിരുമുമ്പിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കാറുണ്ട്. അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും മടുപ്പും ശൂന്യതയും കടന്നു വരുന്നു. എങ്കിലും യേശുവേ, അങ്ങ് പറയുന്നത് ഞാൻ അനുസരിക്കാം. ശിമയോന്റെ ഈ വാക്കാണ്, ഈ വിശ്വാസമാണ്, ഈ അനുസരണമാണ് ശിമയോന്റെ വള്ളത്തിൽ വളരെ അധികം മത്സ്യങ്ങൾ കയറുവാൻ കാരണമായത്. സ്നേഹമുള്ളവരെ, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാത്ത ശിമയോന്റെ വഞ്ചിയിൽ യേശു കയറിയിരുന്നു. അവന്റെ ഇല്ലായ്മയെ നിറയ്ക്കുവാൻ, അവന്റെ ശൂന്യതയെ മാറ്റുവാൻ ദൈവം തീരുമാനിച്ചു. നമ്മുടെ ഇല്ലായ്മകളെ മാറ്റുവാൻ, ശൂന്യതയെ മാറ്റുവാൻ യേശു നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയിൽ കടന്നു വരും. യേശുവിനെ നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തിലേക്ക്, നമ്മുടെ ശൂന്യതയിലേക്ക് ക്ഷണിക്കാം. എവിടെയാണ് നാം ശൂന്യത അനുഭവിക്കുന്നത്, ആ മേഖലകളെ ദൈവ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ, ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തിൽ, മക്കളുമായുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസ്ഥകളിൽ, ഇല്ലായ്മയിൽ ശൂന്യതയുണ്ടെങ്കിൽ ദൈവ തിരുമുമ്പിൽ സമർപ്പിക്കാം. കർത്താവായ യേശുവേ, ദൈവത്തിന്റെ വലിയ നന്മ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശൂന്യമായ മേഖലകളെ കർത്താവ് നിറയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ആരാധിക്കാം. യേശു നമ്മെ അനുഗ്രഹിക്കും. ക്രൂശിതനായ കർത്താവായ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഉന്നതനായ മഹോന്നതനായ കർത്താവായ യേശുവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഇന്നത്തെ ദിവസം സ്തുതികളുടെ, ആരാധനയുടെ, മഹത്വത്തിന്റെ ദിവസമായിരിക്കട്ടെ. യേശുവിനെ ആരാധിക്കുന്ന ദിവസമായിരിക്കട്ടെ. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടാരാധിക്കാം. ആമേൻ, ഹല്ലേലൂയ. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടാരാധിക്കാം. ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ആമേൻ, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഹല്ലേലൂയ. ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം. ഉயிருള്ള കാലവും ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം. ഉயிருള്ള കാലവും ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടാരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടാരാധിക്കാം. നമ്മുടെ വിഷമഘട്ടത്തിലും, ഇല്ലായ്മയിലും, ദാരിദ്ര്യത്തിലും, രോഗത്തിലും നമുക്ക് ആശ്വാസം നൽകുകയും നമ്മെ സഹായിക്കുകയും നമുക്ക് വിടുതലും സൗഖ്യവും നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവത്തെ നമുക്ക് ഇന്ന് മഹത്വപ്പെടുത്തി ആരാധിക്കാം. നമുക്ക് ദൈവത്തോട് സ്തുതി, ആരാധനകൾ സമർപ്പിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആദിയിൻ നേരത്തിലും മഹാവ്യാധിയിൻ കാലത്തിലും ആശ്വാസം നൽകിടും താൻ ആമോദമേകിടുമേ.
യേശുവേ. ആപത്തു നേരത്തിലും ശോകവേളയിലും ആശ്രയമേകിടുമേ, ആനന്ദം നൽകിടുമേ, ആശ്രയമേകിടുമേ, ആനന്ദം നൽകിടുമേ. ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം, ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. നമ്മുടെ കർത്താവായ യേശുവിനെ നാം ഇന്ന് ആരാധിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലമാകുന്ന ചങ്ങലകൾ തകർന്നു മാറും. കർത്താവായ യേശുവിനെ നാം ഇന്ന് സ്തുതിക്കുമ്പോൾ, അവിടുത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഇല്ലായ്മയുടെ, രോഗത്തിൻ്റെ കോട്ടകൾ തകർന്നു പോകും. നമുക്കിന്ന് വിശ്വാസത്തോടുകൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ ഓർത്ത് അവിടത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ചങ്ങലകൾ തകർന്നിടുമേ, ആർപ്പോടെ സ്തുതിച്ചിടുമ്പോൾ കോട്ടകൾ ഉടഞ്ഞിടുമേ. ആത്മാവിൽ ആരാധിച്ചാൽ വാതിലുകൾ തുറന്നിടും. അത്ഭുതമന്ത്രിയാകും രാജാതിരാജാവിനെ, അത്ഭുതമന്ത്രിയാകും രാജാതിരാജാവിനെ. ഓ ആരാധന യേശു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. മരണത്തിന്റെ പാശങ്ങളിൽ അവിടുന്ന് വിജയിച്ച ദൈവമാകും. അവിടുന്ന് ഉത്ഥാനം ചെയ്ത കർത്താവാകും. അവിടുന്ന് നമ്മെ സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനും കടന്നു വരും. മധ്യാകാശത്തിങ്കൽ നമുക്കായി അവിടുന്ന് കടന്നു വരും. വിശ്വാസത്തോടെ കർത്താവിനെ കാത്തിരുന്നുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പാശങ്ങളെ മരണത്താൽ ജയിച്ചവനെ, മഹത്വനാദത്തോടെ മഹിമയിൽ വരും നാഥനെ. മധ്യാകാശവരവിൽ മതിമറന്നാനന്ദിപ്പാൻ മഹിയിൽ ആരാധിക്കും ഞാൻ, മതിമറന്നാരാധിക്കും, മഹിമയിൽ ആരാധിക്കും ഞാൻ, മതിമറന്നാരാധിക്കും. ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയർത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം, ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം, ഉന്നത ദേവനെ ആരാധിക്കാം, ഉயிருള്ള കാലവും ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസം
വിശ്വാസത്തോടെ ആരാധിക്കാം. കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും ഇന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളിലും കടന്നു വരട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.